നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ തോന്നും ഡോർ ടു ഡോർ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്ന്. പക്ഷെ അങ്ങനല്ല. പക്ഷെ അങ്ങനെ തോന്നും കണ്ടു ശരിക്കും ഫേസിൽ അങ്ങനെ ഉണ്ട്. കോട്ടൊക്കെ ഉണ്ട്. കോട്ടൊക്കെ ഇട്ടാലും നോട്ടത്തിലുണ്ട്. ശരിക്കും ഞങ്ങൾ അങ്ങനല്ല. അങ്ങനെയാണെന്ന് പക്ഷെ തോന്നും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ പുതിയൊരു സംരംഭമായിട്ട് ബിസിനസ് സംരംഭമായിട്ട് വന്നേക്കുന്നതാണ് ഇവിടെ. ഈ കോവിഡൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഒമിക്രോണൊക്കെ ബാധിച്ചുകൊണ്ട് പല ബിസിനസ്സുകളൊക്കെ തകർന്ന നേരത്താണ് ഞങ്ങളുടെ മനസ്സിലൊരു പുതിയൊരു ആശയം ഉദിച്ചത്. അപ്പോൾ ആശയം ഉദിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബുദ്ധി തന്നെയാണത്. അതെ 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 അതെ. അപ്പോൾ ആ ബുദ്ധിക്ക് ഞങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒരു സംഭവമാണ്. അതിപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോഴേ ആ സംഭവം നമുക്കൊന്ന് LED വേൾഡ് ഒന്ന് കാണാം. ഒന്ന് LED വാളി കാണാം നമ്മൾ. ഇത് നമ്മൾ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ നഗരത്തിലെ ആ പ്രദേശങ്ങളിൽ വളർന്ന ഒരു പയ്യനാണ്. അത് സിനിമാക്കാരെ ചെറിയ കാലങ്ങളിൽ കണ്ടുമുട്ടിയതാണ്. ഫാസിൽ ഖാൻ്റെ വലിയൊരു പടമാണ്. 100 ദിവസം ഓടിയതാണ്. അതിനപ്പുറത്തേക്ക് ഓടിയതാണ്. ആ സിനിമയിൽ അദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്ക് ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് തന്നെ സ്വന്തമാക്കണമെന്ന് തോന്നി. പുതിയൊരു ബൈക്ക് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം ചാക്കോച്ചൻ സ്വന്തമാക്കി എന്നതാണ്. അപ്പോഴാണ് ഞങ്ങളുടെ ബുദ്ധി ഈ ബിസിനസ് ഓടിത്തെളിഞ്ഞത്. എന്തുകൊണ്ട് ഞങ്ങൾക്കും ഇത് ചെയ്തുകൂടാ? ഇത് ബൈക്കിന്റെ മലയാള സിനിമയില് ഒത്തിരി നായകന്മാരുണ്ട്. അവരുപയോഗിച്ച പല പല സാധനങ്ങളുണ്ട്. ഒത്തിരി ഉണ്ട്. ചില ആളുകൾ താമസിച്ച റൂമുണ്ട്, അവരുപയോഗിച്ച സൈക്കിളുണ്ട്, അല്ലെങ്കിൽ അവർ ഇരുന്ന കസേരയുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അല്ല, ഞങ്ങൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തിയാലും നിങ്ങൾക്ക് അതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ. ഉദാഹരണമായിട്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്തിനേറെ കാര്യം നിസ്സാരമാണ്, പ്രശ്നം ഗുരുതരമാണ് എന്ന ശേഷം കാഴ്ചയിൽ എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ മേനോൻ സാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തു ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. വസ്തുവിന്റെ ആധാരമാണോ? വീടിന്റെ ആധാരമല്ല. അല്ല, ആദ്യം നിങ്ങൾ ഇതൊന്ന് കാണുക. അത് കണ്ടു നോക്കൂ. പാവ അല്ല, പാവയാണെന്നൊക്കെ പലർക്കും തോന്നും. ആള് പാവാ, പാവയല്ല. മാഡം മനസ്സിലാക്കി കളഞ്ഞല്ലോ. അതായത് ആ പലർക്കും തലയൊക്കെ ഞങ്ങള് സ്വന്തമാക്കിയിട്ടുണ്ട്. പലർക്കും തലവരെയാണ്. പക്ഷെ അദ്ദേഹം കുറെ നാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു 5 or 6 തലക്കെട്ടാണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. ആ തലക്കെട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മുടെ ഒരു സുഹൃത്ത് പോയപ്പോൾ അത് മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണ കണ്ടു. അതിലൊരു തലക്കെട്ട് അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു. അത് അന്ന് ബാലേന്ദ്രൻ സാറ് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മണം ഇതിന്ന് പോയിട്ടില്ല. മാത്രമല്ല കുടുംബ സദസ്സുകളിൽ ഏറെ ഇഷ്ടമുള്ള ഒരു നായകനാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോ ഈ കർച്ചീഫ് വേണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വന്നിരുന്നു. അപ്പൊ ഞങ്ങളത് കരസ്ഥമാക്കി പറഞ്ഞപ്പോൾ പുള്ളിക്ക് നഷ്ടബോധം തോന്നി. ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. 25,000 രൂപ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുക്കില്ല സാർ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി 35 രൂപ പറഞ്ഞു. ഞങ്ങൾ കൊടുക്കില്ല. ഇന്നലെ എന്നെ വിളിച്ചിട്ട് 40 പറഞ്ഞു. 40 പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കാർക്കും അതുപോലത്തെ ഒരു തലവരെയാണ് നമുക്ക് മനുഷ്യന് ആവശ്യം. പക്ഷെ തലക്കെട്ടെന്ന് പറയുന്നത് അതിന്റെ ഒരു വേറൊരു സംഭവമാണ്. അതെ. അപ്പൊ ഇപ്പൊ 50 പറഞ്ഞ് നിൽക്കുകയാണ് വേറൊരു സുഹൃത്ത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊരു അലങ്കാരം തന്നെയാണത്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ മേടിക്കണം? അങ്ങനെ എന്തെങ്കിലും വേണ്ട, അത് നിങ്ങൾ കൊടുത്തു. അത് കെട്ടിയ കർച്ചീഫാണ്. എന്നാ പിന്നെ നമുക്ക് 50 സാറിന് ഉറപ്പിക്കാം. അല്ല, പിന്നെ എന്റെ സുഹൃത്ത് വേറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ തിരിച്ച് നമുക്ക് നെക്സ്റ്റ് മറ്റേ സാധനം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒന്ന് കണ്ടു നോക്ക്. ഇത് നിങ്ങൾ വേണമെന്ന് പറയും. ഒരു കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരുടെ നിദ്രാവിഹീനമായിരുന്ന ഒരു സിനിമയാണത്. മനസ്സിലായി എന്താ സംഭവം? മനസ്സിലായി. ആ ലൈറ്റ് അല്ലേ? ലൈറ്റ് മറ്റേ ഞാൻ പറയാ സീമച്ചിട്ട ഷർട്ട്. ഇതെങ്ങനെ മനസ്സിലാക്കി കളഞ്ഞ്? ഇത് ഇവിടെ വളരെ വർഷങ്ങൾക്ക് ശേഷം മദ്രാസിൽ ഞങ്ങൾ പച്ചവെള്ളം കുടിച്ചാണ് അന്ന് നമ്മൾ അലഞ്ഞു നടന്നത്. അങ്ങനെ അദ്ദേഹം ചെന്നപ്പോൾ അന്നത്തെ വസ്ത്രാലങ്കാരം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്ന പെട്ടിയിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു. കൊടുത്തിട്ടില്ല. ചേച്ചിയുടെ മണമുണ്ട് ഇതിന്. അപ്പൊ എങ്ങനെ നമുക്ക് എങ്ങനെ എത്ര തരും നിങ്ങൾ? അല്ല, ഞാൻ അത് നിങ്ങൾ തന്നെ ഉപയോഗിച്ചു. അത് ഒരു കാര്യം ചെയ്യാം, നമുക്കത് കൊടുക്കുന്നതാണ് നല്ലത്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷം. അല്ല, അത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഈ ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കക്ഷിയില്ലേ, അദ്ദേഹത്തിന് നിങ്ങളുടെ പേരെന്താ? രാജേഷ്. ആ രാജേഷിന് കറക്റ്റ് ആയിരിക്കും.
എനിക്ക് ഷർട്ട് വേണ്ട. അല്ല നമ്മളിത് ബിസിനസ് ചെയ്യാൻ വന്നേക്കുന്നത്. അല്ല കറക്റ്റ് ആയിരിക്കും. ഇല്ല, ഇപ്പൊ പഴയ സാധനങ്ങൾക്ക് വളരെ ഡിമാൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേടിച്ചാൽ നിങ്ങൾക്ക് അല്ല നിർബന്ധിക്കണ്ട. എന്റെ സാധനം ചേട്ടാ, എന്തിനാ നിർബന്ധിക്കുന്നത്? ഇതൊക്കെ നമുക്ക് എത്ര കാശിന് നമുക്കിത് കൊടുക്കാൻ മറ്റുള്ളവർക്ക്? എന്തിനാ ഇവരുടെ അടുത്ത് കയറ്റണം? ആരെ നമ്മൾ ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ല. അടുത്തൊരു ബ്ലൗസ് ആണ്, നോക്കൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ എന്താ പറയണത്, ഒന്നും പറയണ്ട, അവര് കാണട്ടെ, അവര് കാണട്ടെ. കണ്ടോട്ടെ. അല്ല ആരാണ് എന്താണെന്ന് അറിഞ്ഞ് അല്ല ഇതെന്ത് കീറിയ ബ്ലൗസ്. നോക്ക്, അതിന് ഇനി അതിലൊരു കഥയുണ്ട്. അതാണ് ലേലം വിളിച്ച് അല്ല അത് വിൽക്കാൻ നടക്കണം ഈ കീറിയ ബ്ലൗസും വെച്ചിട്ട്. ഇല്ല, നിങ്ങളത് സംഭവം കണ്ടു നോക്ക്, കണ്ടു നോക്ക്. സംസാരിക്കാം. ആരുടെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അന്നത്തെ ആ ഒരു അവര് തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കയറിപ്പോയ ഒരു ബ്ലൗസ് ആണ്. അതാണത്. പക്ഷെ അത് ഇട്ടിരിക്കുന്ന ഡ്രസ് വേറെയാണല്ലോ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അത് Black and white അല്ല. ഒന്ന് തോന്നുന്നു. അത് ഈ ബ്ലൗസ് തന്നെ ആയിരുന്നു ഇട്ടിരുന്നത്. ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് അത് കീറിയേക്കുന്നത്. ഇതിനെന്താ വില? ഇതിന്റെ വില ഇപ്പൊ പലരും ബ്ലൗസിനാണ് വരെ, വരെ, വരെ. 2.5 പറഞ്ഞു, ഞങ്ങൾ കൊടുത്തിട്ടില്ല. 3 ആണെങ്കിൽ നമുക്ക് നോക്കാം. 2.5 എന്ന് പറഞ്ഞാ 2.5 ലക്ഷം. ഇത് ഈ കീറിയ ബ്ലൗസ്. ഇത് ഞങ്ങൾ കീറിയതല്ല, ഉമ്മർക്ക് കീറിയതാണ്. മോളെ ശോഭേ എന്നുള്ളൊരു വിളിയും കൂടി അതിനകത്ത് കിടക്കും. അപ്പൊ അതൊക്കെ കൂടി ഉള്ളത് കൊണ്ട് അതിനൊരു പ്രത്യേക മാർക്കറ്റ്. കുറയൂല. ഇതിപ്പോ 2.5 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതെ, നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. 50,000 ഒക്കെയാണ്. അതിന്റെ വില പോകും. ഈ ബ്ലൗസ് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മോളെ ശോഭി എന്ന് പറയുമ്പോ തന്നെ അതിനൊരു എന്താണ്, ആ വിളിയിൽ കീറിപ്പോകും. ഒരു ഉൾപ്പുളകമുണ്ട്. എന്നിട്ട് 50,000 രൂപ പറയുന്നു. എന്താണ് എന്നെ പിന്നെ വെച്ചേക്കാം 50,000 കൊടുക്കണ്ടെങ്കിൽ. ഇപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതെ. അല്ലേ, ഞങ്ങൾ വിട്ടേക്കുന്നു. പക്ഷേ ഗൃഹാതുരത്വം ഉണർത്തുന്ന നമ്മുടെ ഓർമ്മകളെ കുറെ കാലം പുറകോട്ട് കൊണ്ടുപോകുന്ന തരത്തിലൊരു നോസ്റ്റാൾജിയ വരുന്ന ഒരു നിങ്ങൾക്ക് സംഭവം. nostalgia നിങ്ങളെ വരുന്ന സ്പർശിക്കും അത്, നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ കണ്ടു നോക്ക്. ഈ കമ്പനിയുടെ പേര് ഫോർ ഏസസ് എന്നല്ല, ഫോർ ആസസ്. നിങ്ങളന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും ആരായാലും. പക്ഷെ അന്ന് അല്ലേ അതിൽ പെട്ടുപോയ ആ പാറ്റ അത് ഇപ്പൊ ആ പാറ്റ ഓർക്കുന്നുണ്ടോ? അത് കയ്യിലുണ്ടാ? ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് stuff ചെയ്ത് വെച്ചേക്കാണ്. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് വേണമെങ്കിൽ നമ്മുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളിലോ ഇക്കട ഷോക്കേസിൽ കൊണ്ട് വെച്ചൂടെ? വെക്കാം, പറയാലോ. ഞാൻ എന്റെ കഞ്ഞിയില് മാക്സിമം പാറ്റേനെ ഇടാതിരിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ കഞ്ഞിലിടാണല്ലേ ഞാൻ പറയുന്നത്. പാറ്റേനെ ഇടല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലിക്ക വരുന്നവരോട് പറയാലോ, ഞാൻ ആദ്യം സോഡയിലിട്ട പാറ്റയാണെന്ന് പറഞ്ഞ് കാണിക്കല്ലോ. അല്ല അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, നിങ്ങൾക്ക് അപ്പൊ പറയാം. എന്നറിയോ, നാദർഷ ചോദിച്ചിട്ടും ഞങ്ങൾ കൊടുക്കാത്ത പാറ്റയാണെന്ന്. അതിനാണ് വില. ഏയ് അവരെ സ്പർശിക്കുന്ന മറ്റുള്ള തരത്തിലും ഉണ്ടാവുമല്ലോ, മറ്റുള്ളവർക്കുണ്ടല്ലോ അനുഭവങ്ങൾ. ഇനി ടെസ്റ്റി മാഡത്തിന്റെ ഒരു നൊസ്റ്റാൾജിയ. നൊസ്റ്റാൾജിയ. നോക്കാം. ഗന്ധർവനാണ് ഞാൻ ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ. അതിനകത്ത് എന്താണ് ഞങ്ങള് കളക്ട് ചെയ്തേക്കുന്നതെന്ന് വല്ല പിടിയുണ്ടോ? ഗന്ധർവനാ ഇതാണോ ഗന്ധർവനെയാണോ? അല്ല അത് കിട്ടത്തില്ലല്ലോ, അതൊക്കെ അത് വേറെ ആക്കല്ലേ കിട്ടിയത്. ചേച്ചിയുടെ കയ്യിൽ എന്തായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്? കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ എന്തായിരുന്നു? ഞാനൊരു പിന്നെ എഴുത്തുകാരിയായിരുന്നു. അതില് ബുക്ക് ഉണ്ടായിരുന്നു. അതെ അതെ, ആ ബുക്കാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. സാധനമാണ് ഞങ്ങള് കളക്ട് ചെയ്തത്. ഇത്രയും കാലം അത് അതിലൊരു പേന കൊണ്ട് പോലും ഒരു പെൻസിൽ കൊണ്ട് പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇപ്പോഴും അത് ഭദ്രമായിട്ട് നമ്മൾ വെച്ചിരിക്കുക. അപ്പൊ എന്ത് കൊടുക്കുന്നു ഈ ബുക്കിന്? പറഞ്ഞോ. ഇപ്പൊ കച്ചവടം ഇപ്പൊ എനിക്ക് ബുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു വേണ്ട, സൂക്ഷിക്കാലോ. നിങ്ങൾ എഴുതിയൊന്നും വേണ്ടല്ലോ, സൂക്ഷിക്കാലോ. എനിക്കത് ഗിഫ്റ്റായിട്ട് തന്നേക്ക്. അത് കൊള്ളാം. അവിടെ തന്നെ ഇരിക്കട്ടെ. വേണ്ട, അല്ലല്ല, അത് ഇനി അതിന്റെ പുറകെ നമ്മൾ തൂങ്ങണ്ട. നമുക്ക് കാറിലേക്കൊന്ന് കിടക്കാം. അതെ അല്ലേ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും മിസ്സായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അത് അങ്ങനെ കിട്ടണമെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ഓർത്ത് നോക്ക്, താങ്കൾക്ക് പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ആ ചെറുപ്പത്തിൽ ആദ്യം വാങ്ങിയ ഒരു കളിപ്പാട്ടം ഏതാന്ന് ഓർമ്മയുണ്ടോ? 3-ാം വയസ്സിൽ ഊതിയ PP ഓർമ്മയുണ്ടോ? PP ഓർമ്മയുണ്ടോ? ഈ പീപ്പി എന്റെ വല്ല ഈ പീപ്പി ഞാൻ ഊതിയിട്ടില്ല. ഇത് പുതിയതാണ്. അതിപ്പോ ഊതിയാന്ന് മനസ്സിലായി. അല്ലല്ലല്ലല്ല. ഇത് താങ്കൾ ഊതിയ PP ആണ്. PP ആണ്. ഇത് ഗോപിനെ ഊതിയാണ് അവര്. അതെ. അല്ല, അതല്ല ഞങ്ങൾ പറയണത്. മ്യൂസിക് രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷമല്ല, ചെറിയ പ്രായത്തിൽ നമ്മൾ കൊണ്ട് നടന്ന് അന്നും ഇതിലൂടെ നാദം രാഗമായിട്ട് പുറത്തേക്ക് വന്നത് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഇത് എന്റേതല്ല എന്നാണോ പറയുന്നത്? ഇത് എന്റേതാണെങ്കിൽ എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ.
അയ്യോടാ ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ. ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇത് കാണുമ്പോ തുള്ളിച്ചാടി ഇക്ക ഞങ്ങൾ- പാറ്റ മേടിക്കും ചേച്ചി വന്നിട്ട് ബുക്ക് മേടിക്കും സാറ് വന്നിട്ട് ഭയങ്കര മീൻ വില മേടിക്കും. നിങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് അത്രയും വിലക്ക് പറ്റില്ല. വേറൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ നിങ്ങളുടെ ഇവിടെ കൂടെ തന്നെ, ഗോപിക വസന്തം തേടി വനമാലി. ഗോപി വസന്തം മാഡം. ഗോപി വന്നേ. ആ വാ മോളെ ഇവര് നമ്മുടെ കച്ചവടത്തിന് ശരിയാവൂല. ശരിയാവില്ല. ബിസിനസ് നഷ്ടക്കച്ചവടാ. കാര്യം നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ അവർക്ക് സാധാരണ ആളുകൾക്ക് പഴയ സാധനങ്ങൾ കിട്ടുമ്പോൾ എല്ലാം സ്വന്തമാക്കുന്നവരാണ്. ഇതിപ്പോ ഇത്രയും അനുഭവമുള്ള എന്തെല്ലാം സാധനങ്ങൾ കിട്ടിയിട്ടും അവരുടേതായിട്ട് പോലും സ്വന്തമായത് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല. ഗോപിയെ, ഗോപികക്ക് സീമ ചേച്ചി അണിഞ്ഞിരുന്ന ആ വൈറ്റ് ഷർട്ട് അങ്ങ് തരട്ടെ. തരുവാണെങ്കിൽ തന്നോളൂ. തരുവാണെങ്കിലല്ല, എന്ത് തരും? മോളെ എന്ത് എന്റെ തരും കയ്യിൽ ഞങ്ങൾക്ക്? ഒന്നുമില്ല ചേട്ടാ തരാൻ. ഇല്ല അങ്ങനെ- ചേച്ചി. അങ്ങനെ പറയല്ലേ? അല്ല ഞാൻ എല്ലാം കേട്ടു. ഇത്രയും നേരം ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ അല്ല, ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ ഷർട്ട് ഇട്ടിട്ട് ആങ്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇടിതമായിരിക്കും ഇത് program. അവളുടെ രാവുകൾ എന്ന സിനിമയിൽ അഭിനയിച്ചാണ്. അവളുടെ ആങ്കറുകൾ എന്നും പറഞ്ഞ ഒരു സംഭവം അത് പിന്നീട് ആ ഒരു തട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 1.5 ലക്ഷം രൂപ തന്നാ മതി. ഒന്നര മതി, ഒന്നര. അല്ല ഒന്നേ സീമ 40 ചേച്ചിയുടെ തട്ടിലേക്ക് വളരാനൊന്നും ഞാൻ ആയിട്ടില്ല. ഒരു ചേട്ടാ, 1.30 തരാൻ പറ്റുമോ? പിന്നെ കാശില്ലാത്തോണ്ട് കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പം മേടിച്ചേനെ. 10,000 രൂപയ്ക്ക് ഞങ്ങളിത് നിങ്ങൾക്ക് തരിക. ഞങ്ങൾ ലാഭം ഒന്നും പ്രതീക്ഷിക്കണില്ല. ഇല്ല ചേച്ചി കാശില്ല. 10,000 ഇല്ലയോ? പിന്നെ എന്തിനാ ഇവിടെ അണിഞ്ഞൊരുങ്ങി വണിഞ്ഞൊരുങ്ങി വരുന്നു പക്ഷെ എന്റെ കയ്യിലൊന്നും ഇല്ല എന്നാ എന്നുള്ളതാണ്. ഒരു മിനിറ്റ് വന്നേ. ഞാനിപ്പോ ഇത് ഇതിനുള്ള അടുപ്പം കൊണ്ട് ഞാൻ പറയണേണ്. ഒരു 500 രൂപ വരാൻ പറ്റും. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാം. ആ അതുപോലെ പെണ്ണ് കൂടെയുള്ളത് കൊണ്ടാണ്. രാത്രിയിൽ ഒറ്റയ്ക്കൊക്കെ പോവാൻ പറ്റുമോ? അല്ല ഇല്ല കേട്ടോ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഞങ്ങൾ പറഞ്ഞത്. വളരെ 500 രൂപ പ്രതീക്ഷയോടെ ഇല്ല. ഓട്ടോ കൂലി പോലും കയ്യിലില്ല. ഞങ്ങൾ വളരെ ഇതിന് വാടക കൊടുക്കാനെങ്കിലും കൊച്ചു ഒരു 1000 രൂപയെങ്കിലും താ. 500 ചോദിച്ചിട്ട് തന്നില്ല, പിന്നെ അല്ല 1000. ഇല്ലാത്തോണ്ടാണ് നോക്ക് എന്റെ കയ്യിലൊന്നും ഒന്നും ഇല്ലെങ്കിൽ എന്താ വെച്ചോ, നാളെ ഇത് വെച്ചോണ്ടോ ആങ്കർ ചെയ്യും. പോ ചെല്ല്. ചെല്ലേ. ഇതിപ്പോ ഞാൻ ആരിട്ടതെന്ന് പറയാനാണ് ഇത്. ആരിട്ടതാണെന്ന് അറിയില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഉണക്കാനിട്ടതാ.